മഴത്തോരു മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനെ അടുത്ത് ചോദിക്കുകയാണ് വൈജയന്തി, എന്താ നീ ഇവിടെ അധികാരം കാണിക്കുന്നത്? ഇവിടെ നിന്ന് അടുക്കളയത്താണോ നിനക്ക് എപ്പോഴും? നീ അടുക്കളയിൽ നിന്നിട്ട് എൻ്റെ അധികാരം പിടിച്ചു വാങ്ങാനാണോ നീ ഇവിടെ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും എന്ത് വിദ്വേഷം കാണിച്ചിരുന്നാലും എനിക്ക് ഒരു തുള്ളി സങ്കടമോ അതുപോലെ തന്നെ എനിക്ക് ഒരു വിദ്വേഷമോ എനിക്ക് അമ്മയുടെ അടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവളെന്താ ഇങ്ങനെ പറയുന്നേ എന്നും ചിന്തിക്കുന്നുണ്ട് വൈജയന്തി. നീ കൂടുതൽ പ്രസംഗിക്കുന്നു വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത്. നീ എല്ലാവരെയും നീ കൈയടക്കി, എൻ്റെ മോളെയും അതുപോലെ തന്നെ ബാലചന്ദ്രനെയും. നീ ഇനി ബാക്കിയുള്ള രണ്ടുപേരെയും കൂടെ നീ കൈക്കലാക്കാനാണോ നിന്റെ പുറപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നു, ഞാൻ ആരെ വശത്തുമല്ല, എന്നെ മനസ്സിലാക്കിയവർ എൻ്റെ കൂടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താ നിന്നെ മനസ്സിലാക്കാൻ? ഒരു വേലക്കാരിയെ മനസ്സിലാക്കാൻ ഒരു കാര്യവുമില്ല. നീ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കും, ഇനി മേലാൽ എൻ്റെ മുന്നിൽ വന്നു പോകല് എന്ന് പറയുന്നുണ്ട് വൈജയന്തി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഒരു സങ്കടഭാവം പോലും ഇല്ലാതെ ഒരു ചിരിഭാവത്തോട് തന്നെ അലീന നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലീനെ അടുത്ത് ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ അവിടെ ഒരു താഴെ ഒരു സംസാരം? എല്ലാവരും കൂടെ നിന്നെയിട്ട് വളയുകയാണോ? അപ്പം പറയുന്നു, ഇല്ല, അമ്മ ഇവിടെ നിന്ന് മാറ്റിയതിന് ഉദ്ദേശമേ അത് എനിക്കറിയാം എന്തിനാണെന്ന്. നിൻ്റെ അടുത്ത് എന്ത് കാണിച്ചാലും വേറെ ആരും അറിയില്ലല്ലോ, അതിന് വേണ്ടിയാണ് അമ്മ ഇവിടെ നിന്ന് അവൾ മാറ്റിയത്, അതെനിക്കല്ലേ അറിയാവുള്ളൂ എന്ന് പറയുന്നു ബാലചന്ദ്രൻ. എന്നാലും മുത്തശ്ശി പോയതിന് പിന്നെ എന്തോ പോലെയാ, മുത്തശ്ശി ഇവിടെ വേണമായിരുന്നു, എന്ത് ചെയ്യാനാ എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, അവളെ അമ്മയല്ലേ കൊണ്ടുവിട്ടത്, നമുക്കെന്ത് ചെയ്യാനാ, നമുക്ക് സങ്കടപ്പെടാനല്ലേ കഴിയുള്ളൂ, മോൾ അതിനെ വിചാരിച്ച് വിഷമിക്കുന്നു വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന പോയി ഇരിക്കുകയാണ് അവിടെ. അപ്പോഴത്തേക്കും കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ പറയുന്നത്, എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നെ ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞല്ലോ, അത് എന്നെയാ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ. മുത്തശ്ശി പോയതിനെക്കുറിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ മുത്തശ്ശി വരും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവിടും, അവിടുത്തെ ബഹളം കാരണം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, അതിനെക്കുറിച്ച് ചേച്ചി വിഷമിക്കണ്ട എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒന്നും പറഞ്ഞിരുന്നാലും അത് കാര്യമാക്കിയൊന്നും എടുക്കണ്ട കേട്ടോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിചാരിക്കുന്നില്ല മോളെ എന്ന് അലീന പറയുന്നുണ്ട് കൃഷ്ണയെ അടുത്ത്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വൈജയന്തി അവിടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുകയാണ്, എന്താ അമ്മേ, ഇനിയും ചേച്ചിയെടുത്ത് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞിട്ടും ഇനി പുറത്താക്കിയിട്ടും ഇനി എന്താ ഇനി ചെയ്യാനിരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ഇതിലാണ് നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എപ്പോഴാണ് നീ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്, എനിക്ക് മനസ്സിലാവില്ലല്ലോ. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇവിടുന്ന് പോയതിൻ്റെ അന്ന് മുതലാണ് നിനക്ക് ഈ മാറ്റം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, അമ്മ ഒരു ദിവസം മനസ്സിലാക്കുമ്പോൾ ഞാനായിരിക്കും ശരിയെന്ന് അമ്മ മനസ്സിലാക്കും, ആ ദിവസം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏത് ദിവസം അടി എന്ന് കൃഷ്ണയുടെ അടുത്ത് ചോദിക്കുന്നു വൈജയന്തി. അപ്പം പറയുന്നു, ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഊണ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് മോൻ ചോദിക്കുന്നത് വൈജയന്തിയുടെ, എന്താ എപ്പോഴും ഇപ്പോൾ കൃഷ്ണയ്ക്ക് അവളടുത്താണല്ലോ സ്നേഹം കൂടുതൽ, അമ്മയെക്കാളും വലുതാണോ ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അവർ വെച്ച ചോറ് കറി എന്ത് രുചിയായിട്ടാണ് അവൾ കഴിക്കുന്നത്, എനിക്ക് വേണ്ട അവൾ വെച്ചതൊന്നും എന്ന് പറഞ്ഞ് മോൻ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഏത് ഇതിലാണോ എന്തോ അവളിങ്ങനെ മാറിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി അവൾ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറും എന്ന് പറയുന്നുണ്ട്. അതിനെ അമ്മ അടുക്കളയിൽ കയറില്ലല്ലോ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അടുക്കളയിൽ പോയി കൃഷ്ണയെ എല്ലാവരും കൂടെ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക അലീന പറയുക, സങ്കടപ്പെടണ്ട, അച്ഛൻ്റെയും എൻ്റെ കൂടെയും നിന്നതിനാ മോക്ക് ഈ കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വരുന്നത്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുക അലീനയെ. അപ്പോഴത്തെ പറയുന്നുണ്ട് കൃഷ്ണ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ അമ്മ, ഇങ്ങനെ ഇന്ന് ഒരു മാറ്റവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാം മാറും, മോൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക കൃഷ്ണയെ. അങ്ങനെ വൈജയന്തി പറയുക, എന്താ നിങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാൻ കാരണം? ബാലചന്ദ്രൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഇപ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന ഒന്ന് പറയുക,
ആ കൃഷ്ണയെ ഇപ്പോൾ എല്ലാവരും കൂടി വഴക്ക് പറയുക എൻ്റെ അടുത്ത് മിണ്ടുന്നത് കൊണ്ട്. അങ്ങനെയാണോ? അപ്പോൾ നമ്മൾ 3 പേരും ആണല്ലേ? അവർ 3 പേരും നമ്മൾ 3 പേരും. അത് കൊള്ളല്ലോ, ഒരു യുദ്ധം തന്നെ നടക്കട്ടെ എന്ന് അലീനയുടെ അടുത്ത് പറയുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന് സന്തോഷമായി. കാര്യം എന്തെന്നാൽ കൃഷ്ണമോളും ഇപ്പോൾ നമ്മുടെ വശത്താണല്ലോ. അങ്ങനെയാണ് ഫോൺ വരുന്നത്. ആരുടെ ഫോണെന്ന് മനസ്സിലായോ? നമ്മളെ മനുവിൻ്റെ. മനു പറയുന്നുണ്ട്, ഇപ്പോൾ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയല്ലോ. നിനക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം. നിൻ്റെ മുറപ്പെണ്ണായിട്ട് വരും.